ഹായ്. അപ്പോൾ നമ്മളെട്ടാ പോണേ? അപ്പം ഞങ്ങൾ രാത്രി ഒരു വിരുന്നാണ് കേട്ടോ. ചേച്ചി ഡിസ്ചാർജ് ആയിട്ട്. അതെ, സിന്ധേച്ചി ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഡിസ്ചാർജ് ആയിട്ട് 2 ദിവസമായി കേട്ടോ. ഇനി പുറത്തൊന്നും പോകാൻ പറ്റൂലേ. ഇനി പർപ്പസ് നാളെ ക്ലാസ് തുടങ്ങായി, മറ്റന്നാ ക്ലാസ് തുടങ്ങായി. പിന്നെ പുറത്തൊന്നും കുറേ നമ്മൾ പോയിട്ട് പിന്നെ നമ്മൾക്ക് അറിയാലോ നമ്മളെ അടുക്കളേന്റെ പണി ആയിരുന്നു, പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. നാളെ ഈ കാലം വെച്ചിട്ടാ പോണത്, അതാ പ്രശ്നം. പിന്നെ വണ്ടിയിലാണ്, മുറ്റത്ത് വരെ വണ്ടിയാണ് ചെല്ലും. പിന്നെ സ്റ്റെപ്പ് ഇതേപോലെ 2 സ്റ്റെപ്പ് കയറാനുള്ളൂ. പറവൻ നമ്മള് അടുക്കളയിട്ട് നല്ല ലോക്കാക്കി കേട്ടോ. പറവനെ കൂട്ടണില്ല. പിന്നെ രാവിലെ പിന്നെ ഇപ്പൊ 7:30 കഴിഞ്ഞു. ഒന്ന് ഓരപ്പൊന്ന് ഇല്ലല്ല കൂട്ടണ്ട. ഒന്ന് ഓരപ്പോ നമ്മള് രാത്രി ഒന്ന് കൂടെ കുറച്ചു നേരം സമയം അത്രേ ഉള്ളൂ. രാവിലെ 6 മണിക്ക് തിരിച്ചോടെ എത്തും, നനയ്ക്കണം. പാറുവിനോട് തുറക്കാനാവുമ്പോൾ എത്തും ചെയ്യൂല. പിന്നെ അവിടുത്തെ വീട് പണി കാര്യമൊക്കെ കാണണ്ട, കൊറേ കാണിക്കാണ്ട്, കൊറേ മാറ്റങ്ങൾ എത്തിണ്ട്, കാണിക്കാം. അവിടുത്തെ കാര്യമൊന്നും നമ്മള് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പോണതായിരുന്നു. ഇപ്പൊ കൊറേ ആയിട്ട് പോകുന്നില്ല. ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒക്കെ ഫോണിൽ ഫോട്ടോ കണ്ടതാണ്, വേറെ ഒന്നും അറിയില്ല. അപ്പൊ പോവുകയാണ് കേട്ടോ. ബാങ്ക് കൊടുത്തു. ബാലവാടിയിലാണ് നമ്മളെ കാറ് നിർത്തിയിട്ടത് കേട്ടോ, മുറ്റത്ത്. പണീൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടേ. പിന്നെ സിമെന്റ് ഇവിടെയാണ്. വണ്ടി ഇടാൻ കഴിയാഞ്ഞിട്ട് ബാലവാടി കൊണ്ടുപോയാക്കിയതാ. ലൈറ്റ് ഓഫ് ആക്കണം. വണ്ടൂരങ്ങാടി ഈ സമയത്ത് നമ്മള് പൊതുവെ പുറത്തിറങ്ങലില്ല. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാട്ടോ, അതാണ് സത്യം. പിന്നെ ഇത് പിന്നെ അപൂർവ കാഴ്ചയാണ്. ഈ ടൈമിലെ കൂടുതൽ ആൾക്കാരുണ്ടാവുക, നല്ല ബ്ലോക്കാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ സമയത്ത്. നമ്മള് പോലുള്ള കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ വീട്ടിലിരിക്കുന്നവര്. അല്ലാത്തവരൊക്കെ ഭക്ഷണം കഴിക്കാനും പലവിധ പരിപാടിക്ക് ഈ സമയത്താവും പുറത്തിറങ്ങുക. നല്ല ബ്ലോക്കാണ് ഇവിടെ. ഒന്നാമത് വെച്ചാൽ നമുക്ക് സിഗ്നൽ ഇല്ല. സിഗ്നൽ ആദ്യം ഉണ്ട്, ഇപ്പല്ല. സംഭവല്ലേ, എല്ലാരും പുറത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞ് ജോലി തിരക്കുള്ളവരും എല്ലാരും കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയമാവും. പക്ഷെ നമ്മുടെ ഈ സമയത്ത് വീട്ടിലിരിച്ച് അകത്ത് കയറിക്കുന്ന സമയമാണ്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും ഭയങ്കര ടൗണായി. വണ്ടൂരങ്ങാടിയാണ് നമ്മളെ. വണ്ടൂരങ്ങാടി നമ്മള് ശരിക്കും ഷോർട്ട് അടിച്ചിട്ട് ബോയ്സ് സ്കൂളിന്റെ അതിൽ അങ്ങോട്ടാ പോകല്. പക്ഷെ റോഡ് അത്ര നന്നല്ല, അത് കാരണം നമ്മളെ ടൗൺ കൂടി തന്നെ ഇങ്ങനെയായിട്ട് പോവുകയാണ്. ടേബിളൊക്കെ പുറത്ത് എങ്ങനെ അസുഖം റെഡി അല്ലേ എല്ലാരും ചോദിക്കലുണ്ട്. ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് വന്ന് 2 ദിവസം കേട്ടോ. ഇവിടെ എന്താ സാധ്യ, അവിടെ നമുക്കൊരു മോഡലാക്കാനുള്ള പരിപാടി കേട്ടോ. ഫോണുകളില് ഇപ്പൊ ടൈലുണ്ടല്ലേ, നല്ല ഗോൾഡൻ കളറ്, സൂപ്പർ. കൊറേ ദിവസമായി ഞാൻ കാണിക്കണം കണ്ടിട്ട്. അപ്പൂസ ഈ റൂമോ ചേച്ചി പറയാൻ കൂടെ. ചേച്ചി ഭയങ്കര ബിസി ആട്ടോ ഫോൺ കോളില്. ഓരോ ആൾക്കാർ ഫോണിൽ ഇങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. നമ്മൾ ഫോൺ എടുക്കാക്കാൻ പറ്റുമല്ലോ. ഒക്കെ ഉള്ളിലാകെ ചെളിയും പൊടിയായിട്ട് പെയിന്റ് അടിച്ച് ഇപ്പൊ ഈ റോസ് പെയിന്റ് ആയിട്ട് നമുക്ക് ലൈറ്റ് ഇല്ല ഇവിടെ. ഇപ്പൊ ഈ വെള്ളം വൈറ്റ് അടിച്ചാൽ പോവാൻ നല്ല ഇതായിക്കോളും, ലൈറ്റ് ആയിക്കോളും. ഇതൊരു ശരിയൊരു ഇതല്ലേ, കാപ്പര് നീലയും കൂടിയിട്ടല്ലേ, രാവിലെ കണ്ടാലും അറിയുള്ളൂ. നല്ല ഭംഗിയുണ്ട്. വന്ന് കയറിയപ്പോ തന്നെ പ്രത്യേക ഒരു വെളിച്ചം. പിന്നെ ഗോൾഡൻ കളർ കണ്ടില്ലേ, ഇത് കാണുമ്പോ തന്നെ നല്ലൊരു. പിന്നെ ഒന്നാള് ഞാൻ കട്ടില വെക്കാതെ ഉണ്ടാക്കി കേട്ടോ. അതൊക്കെ ഇനി മാറ്റാണ്. കട്ടിലേന്റെ ആവശ്യം വന്നില്ല അന്ന്. അതൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ. ഇനി കോണിയൊക്കെ റെഡിയൊക്കെ പണി നടക്കട്ടെ. കോണീന്റെ കുറച്ച് മോഡലൊക്കെ മാറ്റാനുണ്ട്. പറഞ്ഞു കൊടുക്കണോ, കിട്ടണ്ടേ പറയാക്കത്തേക്ക്. ഞാൻ എപ്പോഴും നമ്മളെ ജിദ്ദേന്ന് ഫോൺ വന്നതാണ്, കാലിന്റെ അസുഖം. ജിദ്ദേന്ന് വിളിക്കണേ. നമുക്ക് ഈ ടൈമായി ആരെങ്കിലും ഒക്കെ വിളിക്കണ്ടോ. കൊറേ ആൾക്കാർക്ക് ഇത് അനുഭവം ഉണ്ട്, വേദനയായി. അപ്പൊ ഡോറ് ലൈറ്റ് കാണാത്തോണ്ട് നമുക്ക് ബൾബൊക്കെ ഉണ്ട്, പക്ഷെ ലൈറ്റ് കുറവാണ്. ഉള്ളിഞ്ഞ് ഇവിടുന്ന് ഒരാളുണ്ട്, പരിചയപ്പെടുത്തി കൊടുക്കാളേ, നടക്കാൻ പറ്റല്ലേ.
മുള്ളു തേരിയ നടക്കണേ. ഇപ്പൊ ഹോം ടൂർ ഒന്നും കൂടി ഇല്ല, ഇതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരണം കേട്ടോ. ഇതിനുള്ളൊരാൾ നമ്മളോട് വലിയ ടച്ച് ഇല്ലല്ലോ, ഉറങ്ങിട്ടോ. ലാസ്റ്റ് അപ്പൊ ഇവിടെ ഹാളാണ്. ഹാളിന്ന് ഇപ്പൊ ഇവിടെയാണോ ആദ്യത്തെ ഡോറ് അവിടെ ഫില്ലാക്കിയാണ്ട് ഇപ്പൊ ഇവിടെ വെട്ടി തുറന്നു. ഇത് റൂമേന്ന്. ഈ റൂമ് ലിവിംഗ് റൂം ഒക്കെ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ടേബിൾ ഇട്ടാല് ഇവിടെ വെട്ടി തുറന്നു. ആലുവടുപ്പ് എങ്ങനെയുണ്ട്? ഇവിടൊക്കെ മാറ്റിട്ടോ. ആലുവടുപ്പ് പണ്ട് തന്നെ പറഞ്ഞു പൂരി വെച്ചതാണ്. കയ്യിൽ കിട്ടണം. ഇതൊക്കെ അപ്പടി ഇടുന്ന കേട്ടോ. അങ്ങനെ ചെയ്താണ് ഇതൊക്കെ വർക്കുകളൊക്കെ. ഈ പെയിന്റ് അടിക്കാണ്ട് സാധനങ്ങൾ മാറ്റാണ്ട്. കുപ്പികൾ കുറച്ച് മാറ്റാണ്ട് ചേച്ചി. കുപ്പികൾ മാറ്റും. ഇവിടെ പണികൾ അവിടെ കടപ്പൊക്കെ വെക്കാണ്ട് സെറ്റാക്കാണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു അടിപൊളി കൊടുക്കണം. മറ്റേ ഇതൊക്കെ വെച്ചാണ്ട് ഗ്രില്ല് വെച്ചാണ്ട് പൂവൊക്കെ വെച്ചാണ്ട് അടിപൊളിയാക്കി. ഇത് പുതിയതാട്ടോ. ഇത് നല്ല റേറ്റ് വരുന്നല്ലേ? 45 വരും. 48, 49, 48 വരുന്ന ടൈലാണിത്. ഇതെന്താ മോഡൽ? എന്തേച്ച് ഇതെന്താ മോഡലൊക്കെ? ഇതെങ്ങനെ? ഇതെന്താ സംഭവം ഇതിന്റെ ഉള്ളില്? മോഡലാണല്ലോ. ഇതൊന്നും മേടിക്കാനുള്ള മോഡലാണല്ലോ. ഇതിങ്ങനെ ആട്ടി അങ്ങനെ വെള്ളം വരില്ല. അത് ഇവിടെ ഇങ്ങനെ ഇട്ടാ നമ്മക്ക് ചെല്ലട്ടോ. ഇതൊക്കെ എന്താ ഇതിനെത്ര? എന്താ സ്പെഷ്യൽ നമുക്ക് നോക്കട്ടോ. എന്താ ചിക്കോ മാറുന്നത്? അവിടേക്ക് എന്തായാലും ഒരു വന്നേ. ചട്ടി കാലിയായി കിടക്കണം. അവിടെ കൊണ്ടുപോയി സാധാ ചോറ് ഇവിടെ ഇപ്പൊ സിന്ധേച്ചിന്റെ അടുക്കള അടിപൊളിയായിട്ടുണ്ട്. നല്ല നീളണ്ട്. ശരിയ നീളം വീതിയൊക്കെ ഉണ്ട് അല്ലേ? നമ്മളത് അടുക്കള ഏകദേശം എത്ര ഉണ്ടാവുള്ളൂ? അത്രയും നീളമുണ്ട്. അപ്പൊ ഇനി നെയ്ച്ചോറ് എടുത്തിട്ട് പോകാം. ഇപ്പൊ ഞാൻ ചോറിനുണ്ട് എല്ലാം ചപ്പാത്തിയൊക്കെ. കുട്ടിയെല്ലാം ഉറക്കാണ്. ലൈറ്റ് നിർബന്ധാട്ടോ. ലൈറ്റും വെള്ള പെയിന്റും. എന്താ പിന്നെ നമുക്ക് ഉപ്പേരിണ്ട് ഒക്കെ നിലത്തൊക്കെ ആയിട്ടോ. മേശയൊക്കെ പുറത്താണ്. എന്തൊക്കെ നമ്മൾ കൊണ്ടുവരുന്നേ? അത് നമ്മളെ ഫേവറേറ്റ്. പിന്നെ ചിക്കൻ വരട്ടിയതുണ്ട്, ചിക്കൻ കറി ഉണ്ട്. എന്തൊക്കെയുള്ളത് വളരെ തിന്നാൻ പറ്റണില്ല. ഒരു മുണ്ടെടുത്ത പൂസേ. പിന്നെ മോനു ജിഷ്ണു രാത്രി വരാ. ഓൻ ചിലപ്പോ രാവിലെയും വരാം, ചിലപ്പോ രാത്രിയും വരാം. ഒരു വർക്ക് ഉണ്ടാവും. പിന്നെ മോന് ഇവിടെ അല്ല. മോനുന്റെ ലീവ് എന്നറിയില്ല. അടുത്ത ആഴ്ചയിലുള്ളൂ. എറണാകുളത്താണ്. അപ്പൊ എല്ലാരും ഒത്തിട്ട് കൂടുതലും ഉണ്ടാവില്ല. നമ്മളെ സമയത്തിൽ വന്നുള്ളൂ. ചിന്തിച്ചിരുന്നിട്ടോ ഫസ്റ്റ്. ഞങ്ങളല്ല ഫസ്റ്റ് ഇരിക്കുക. ഇപ്പൊ ഞങ്ങള് ചോറിനിട്ടോ. ഞങ്ങള് മോളത്തെ റൂമിലെത്തിട്ടോ. അടിയിൽ 3 റൂമുണ്ടെന്നു. ഇപ്പൊ 2 ഇവിടെ 2 റൂമുണ്ട് കേട്ടോ. ശരല്ലേ? ഈ ടൈലൊക്കെ നായന്തനിട്ടുണ്ട്. ഞങ്ങള് വന്നതിന് ഇവിടെ കിടക്കും. ഇവിടെ കട്ടിലുണ്ട്. ഇപ്പൊ പുറത്തേക്കിട്ടാണ് ഒക്കെ പണി നടന്നിട്ടേ. ടൈലിനല്ലേ ഞങ്ങളെ ബാഗില് കട്ടിൽ കിടക്കണ്ട. അപ്പു നിലത്ത് കിടന്നോളുന്ന
അല്ലെങ്കിൽ അപ്പൂര് ഇവിടെയും കിടക്കാം മോൻ അവിടെ കിടന്നോളൂ. ഈ കിടക്കയില് ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കാം. ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറക്കം വരാണ്. ഞങ്ങൾ നിലത്തറ ഇവിടെ കാട്ടിലുണ്ടെന്നൊക്കെ ഒഴിവാക്കിയിട്ടാണ്. കിടക്കട കിടന്നോ? ഇവിടെ ഞാൻ കിടക്കാൻ രസാണ്. കിടക്ക് രസാണ് ഇവിടെ. കിടന്നപ്പോ നമ്മളെപ്പോ വന്നാലും ആദ്യം താഴത്തുണ്ട്, പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് മാറി. ഞങ്ങള് കിടന്ന രാവിലെ നീക്കുക, രാവിലെ സാധ്യത കാണലുണ്ടാവില്ല. നേരെ പോയാ. പക്ഷെ ഇനി മതിലും പണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടേ പോകുള്ളൂ കേട്ടോ. അതിന് പാറു 4 മണി അതിന് പാറു നീക്കി അപ്പത്തിനോട് എത്തണം. ഇവിടെ വന്നിട്ട് എത്രാമത്തെ വട്ടണം പറയണ വെറും പാറു 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 ചിന്തയുള്ള 6 മണി 4 മണിക്ക് പാറു നീക്കി അപ്പൊ ഇവിടെ എത്തണം. നനയ്ക്കാണ്ട് കൊറേ പണിയില്ലേ നമുക്ക്. അത് മുണ്ട് വെക്കണ്ടേ? അപ്പൊ എന്നാലും നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേ? രാവിലെ നമ്മൾ അവിടുന്ന് നമ്മുടെ വീട്ടിലെത്തിട്ടോ. എങ്ങനെയുണ്ട് അവസ്ഥ? അങ്ങനെ തന്നെ, മാറ്റമൊന്നും പറയാനായില്ല. നാളെ ഈ നേരത്തെ നമ്മൾ അവിടെയാവും. ഡോക്ടറിന് എപ്പോഴെത്തുമെന്ന് അറിയില്ല. 6 മണിക്കവിടെ എത്തണം. പിന്നുള്ളതൊക്കെ പിന്നെ അറിയാട്ടോ. ഞങ്ങള് കടി വാങ്ങി പോന്നു. പച്ചരി അയ്യോ പാറത്തി ആർക്കില്ലല്ല കുട്ടികൾ അടുപ്പത്തുണ്ട്. ചിക്കൻ അടുപ്പത്തിട്ടോ. കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും കഴിഞ്ഞു നോക്കിക്കണൊക്കെ. ഞങ്ങളിങ്ങനെ വിചാരിച്ചേ വരുമ്പോ നനി വിളിയും കൂടി നിൽക്കാനാവോ കാണാനിട്ട്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഉണ്ടാവും, ഉണ്ടാവില്ലല്ലോ. എന്താ പ്രാണിയല്ലേ? ഉള്ളിൽ ടെൻഷനോ. ചായ ആയിട്ടുണ്ട്. ഇതാണ് കടി. കടി ഇപ്പൊ തന്നെ എടുത്തേച്ചാ എന്താ അറിയോ, അതിന്റെ ആള് വന്നാണ്ട് വേഗം ഇത് സെറ്റാക്കും. അപ്പൊ അത് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറക്കാതെ നിക്കണേ. നൂൽപുട്ട് വാങ്ങി പോന്നതാണ്. നല്ല ലാഭാട്ടെ ഈ നൂൽപുട്ട്. 5 ഉറുപ്പ്യുള്ള ഒരു നൂൽപുട്ടിന് എന്താ ഈ നൂൽപുട്ട് 5 എണ്ണം വാങ്ങി. അതേപോലെ അങ്ങനെ വാങ്ങി ശീലായതാ ഞങ്ങൾക്ക് ഇതേ. അതേപോലെ 5 വെള്ളപ്പം വാങ്ങി. ഇതിനും 5 ഉറുപ്പ്യുള്ളൂ കേട്ടോ. 5 രൂപ. അപ്പൊ ഇങ്ങനെ വാങ്ങിയ സുഖല്ലേ? തൊണ്ടി വേണം. നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് കൂടുതലുള്ള ചക്കരക്കുണ്ട്. കറിയാണ്. കടി സൂപ്പറാണ്. കറിയാവും. പാറുവിന് വെറും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചിക്കന്റെ പീസേ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ഇങ്ങനെ വെച്ചതാ. അല്ലെങ്കിൽ ഞങ്ങളെ തിന്നാൻ കഴിക്കൂല. അപ്പൊ ഒപ്പം കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് വെച്ചതാണ്. ഇന്ന സമയമൊന്നുമില്ല കേട്ടോ. എപ്പോഴാണോ തോന്നലുണ്ടാക്കി കൊടുക്കാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. രാവിലെ മിക്കവാറും മുട്ട എടുക്കുക. സന്തോഷമായിട്ട് മുട്ടനും പോയി കഷ്ണം നോക്കും. എന്തത് കണക്കായിട്ടില്ല പോരെ? വെച്ചട്ടെ. കുറച്ചുണ്ട് തരട്ടോ. കുറച്ചുണ്ട് തരട്ടെ. വേറെ കുറച്ചുണ്ട് പോരെ? കുറച്ചുണ്ട് പോരെ? പോരെ? കുറച്ചുണ്ട് പോരെ? കുറച്ചുണ്ട് മരുന്നടിച്ചിട്ട് കേട്ടോ. നിങ്ങൾക്ക് മരുന്നടിക്കാമല്ലോ രാവിലെ കുടിക്കണ്ടേ? അത് എന്താ വെച്ചാ നമ്മള് ഇതിന്റെ പ്രോട്ടീനുള്ള നമ്മളാ ഇതുണ്ടല്ലോ വിറ്റാമിൻ്റെ ആണ്. തീറ്റേന്റെ കൂടില്ലേ ഇപ്പൊ 1000 ഉറുപ്പ്യന്റെ തീറ്റൊക്കെ വാങ്ങാൻ ചെയ്യൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മള് 410 മാസത്തിൽ മേടിച്ചെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ ഓരോ കൊട്ട കൂളിക്ക് കൊടുക്കണം. പിന്നെ വേറെ മരുന്നും കൂടി ഉണ്ട്. കുടിക്കൂല. തരട്ടെ പറ. തരുന്നില്ലേ? കിട്ടും. വേറെ കുറച്ചുണ്ട് തരട്ടോ. കുറച്ചുണ്ട് കേട്ടോ. കുറച്ചുണ്ട്. കുറച്ചുണ്ട് തരട്ടോ. അങ്ങ് എടുത്തേക്ക് എന്നാ വരുന്നേ കിട്ടും. മനസ്സിലായിട്ടുണ്ട്. നമ്മള് തിന്നുമ്പളേ പാറൂരും കൊടുത്തില്ലെങ്കിൽ കച്ചറ. എടാ പോയി തെറ്റിയോ? തെറ്റിയോ? വേറെ തെറ്റിയോ? തെറ്റിയോ? തെറ്റിയോ?
ഇപ്പൊ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മനസ്സിലാ വെള്ളം നിൽക്കണ്ടായിക്കോട്ടെ. അവിടെ എത്തി മാറും. ഓൾക്ക് ഇവിടെ കൊടുക്കും, ഞങ്ങൾ ഇവിടെ എന്തിനും എന്തായാലും തിന്നാനായിട്ടില്ല. അപ്പൊ ഇനി നാളെ കാണാട്ടോ. നമ്മളെ വിശേഷം ഇനി തുടങ്ങാണ്. ഓരോ പരിപാടിക്ക് നീങ്ങണം. അപ്പൊ ഇനി നാളെ കാണാം. എല്ലാവർക്കും ബൈ.